ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ്. നേന്ത്രപ്പഴം കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മുറിച്ചെടുക്കണം. ഞാനിത് മുറിക്കുന്നത് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലാണ്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ചെറുതായിട്ട് ഇത് മുറിച്ചെടുക്കാം. നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒന്നായിരിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാലും പഞ്ചസാരയും നെയ്യും മാത്രമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന ഈ നേന്ത്രപ്പഴം നല്ല മധുരമാണ്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചായിരിക്കും പുഡിങ്ങിൻ്റെ ടേസ്റ്റും കൂടി വരുന്നത്. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുഡിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. 2 ടീസ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ നെയ്യിൽ തയ്യാറാക്കിയാൽ പുഡിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നമ്മുടെ നെയ്യൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഈ നെയ്യിൽ നേന്ത്രപ്പഴമൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ പഴം അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മുടെ ഈ പുഡിങ് തയ്യാറാക്കുമ്പോൾ നല്ല മധുരമുള്ള നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട്. പഴത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ പുഡിങ്ങിനും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകൽ. നമ്മുടെ ഈ നെയ്യിൽ പഴമൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാരയും ചേർക്കാനായിട്ട്. ഇനി പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽട്ടായി കിട്ടണം. അതുവരെ നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ്. നമ്മുടെ ഈ ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ല രുചിയും മണവുമായിരിക്കും ഇതിന്. ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് പാലാണ്. നല്ല ചൂട് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാലൊക്കെ നന്നായി കുറുകി വരണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പാലൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ പാലൊക്കെ കുറുകി നേന്ത്രപ്പഴമൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ചൂട് പാലാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഞാനൊരു തവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴമൊക്കെ നന്നായി വഴന്നു വന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുഡിങ് ചേർത്ത് കൊടുക്കുക. പുഡിങ്ങൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണുള്ളത്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ സെറ്റാക്കാൻ വെക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 5 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ബനാന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ബനാന പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.